ഞാൻ ഡോക്ടർ വരുൺ, താമരക്കുളം FHCയിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ നമുക്കറിയാം, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ ഒരു കുട്ടിക്ക് റാബീസ് രോഗബാധ ഏറ്റതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ റാബീസ് എന്നുള്ള വൈറസ് അതൊരു വൈറസ് ബാധയാണ്. അപ്പോൾ ഇത് പരത്തുന്ന വൈറസ് റാബ്ഡോവിറിഡെ എന്നുള്ള ഫാമിലിയിൽ നിന്നുള്ള വൈറസാണ്. റാബ്ഡോവിറിഡയിലെ ലിസ വൈറസ് ടൈപ്പ് 1 എന്നുള്ള വൈറസാണ് ഈ റാബീസ് വിഷബാധ പരത്തുന്നത്. അപ്പോൾ ഈ വൈറസ് കൂടുതലായി കണ്ടുവരുന്നത് സസ്തിനി വർഗ്ഗത്തിലുള്ള ജീവികളിലാണ്. അതായത് പട്ടി, പൂച്ച, കുറുക്കൻ, ചെന്നായ, വവ്വാല്, പശുക്കൾ, മനുഷ്യരിൽ ഇങ്ങനെയുള്ള സസ്തിനി വർഗ്ഗത്തിൽപ്പെട്ട ജീവികളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഒരു നാഡീവ്യൂഹത്തിനെ ലൂടെ പകരുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു രോഗബാധയാണ്. ഇപ്പോൾ രോഗം ഒരിക്കൽ പിടിപെട്ടാലും ഗുരുതരമാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള രോഗം തന്നെയാണ് ഈ റാബീസ് വിഷബാധ. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു രോഗമാണിത്. പക്ഷേ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയുള്ളൊരു രോഗമാണ്. അപ്പോൾ ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് പട്ടിയോ പൂച്ചയോ മറ്റു ജീവികളോ ഒക്കെ മാന്തി കഴിയുകയോ അല്ലെങ്കിൽ കടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ എടുക്കാം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നതിന് വേണ്ടി. അത് എവിടെയാണ് കടിക്കുന്നത്, എവിടെയാണ് മാന്തുന്നതെന്നുള്ള അനുസരിച്ച് ആയിരിക്കും അതിൻ്റെ എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര മാസങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ സാധാരണ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ചിലപ്പോൾ മുഖത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ രോഗബാധ പടരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ കൈകളിലോ നമ്മുടെ കാലുകളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബാധിക്കാനുള്ള സാധ്യത കുറച്ച് സമയം കൂടുതലായിട്ട് വരും. എങ്ങനെ നമ്മളിതിനെ പ്രതിരോധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൂച്ചയോ പട്ടിയോ മറ്റോ കടിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റോളം കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വാക്സിനേഷൻ ആണെങ്കിൽ വാക്സിനേഷൻ, അല്ലെങ്കിൽ വാക്സിനേഷനും അതിൻ്റെ കൂടെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ ആൻറ്റി റാബീസ് സീറം, അതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബിനും കൂടെ കുത്തിവയ്ക്കുക. കടിയേറ്റ ഭാഗത്തിന് ചുറ്റുമായിട്ട് കുത്തിവയ്ക്കുക. ഇതാണ് പ്രധാനമായും ട്രീറ്റ്മെൻറ്റ് പരിധിയിലോട്ട് വരുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ രോഗബാധ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന 15 വയസ്സ് താഴെയുള്ള കുട്ടികളിലാണ്. കാരണം പലപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു കടിയോ മറ്റോ ഏറ്റ് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും അവർ മറച്ചു വയ്ക്കാനുള്ള സാധ്യത. ഇപ്പോൾ അഡൾട്ട്സ്, അതായത് പ്രായമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഒരുവിധം ഇതിനെപ്പറ്റിയുള്ള ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം വന്ന വാക്സിനും മറ്റും എടുക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പറയാൻ മടിക്കുകയും അത് കാരണം രോഗങ്ങൾ ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്തുണ്ടായ കേസുകളൊക്കെ പരിശോധിച്ചാൽ കൂടുതൽ കുഞ്ഞുങ്ങളിൽ തന്നെയാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അച്ഛനെയോ അമ്മയോ ടീച്ചർമാരെയോ ഒക്കെ അറിയിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുമായിട്ട് ഒന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കുക. അത്രയും നല്ലൊരു രീതിയിലുള്ള റാപ്പ് ഉണ്ടാക്കുക കുട്ടികളുമായിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഈവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യത്തിലും നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുമായിട്ട് ഇടപഴകുക, അവരെ മനസ്സിൽ വിശ്വാസം ജനിപ്പിക്കുക. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവരിങ്ങനെ എന്ത് ഈവൻ്റ് ഉണ്ടെങ്കിലും നമ്മളോട് പറയുകയും അതുവഴി നമുക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാനും കഴിയുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ വളരെയധികം കിംവദന്തികൾ ഈ ഒരു വിഷയത്തിൽ കേട്ടുവരുന്നുണ്ട്. കൂടുതലായിട്ട് സ്കൂളിലും വാക്സിനേഷൻ എല്ലാ കുട്ടികൾക്കും എടുത്തെന്നും അതുപോലെ തന്നെ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാർക്കും വാക്സിനേഷൻ എടുത്തെന്നും കുട്ടിക്ക് രോഗം വരാനുള്ള കാര്യങ്ങൾ ഒരു 100 കണക്കിന് കാര്യങ്ങൾ ശരിക്കും കണ്ടതുപോലെയുള്ള രീതിയിലാണ് പടർത്തുന്നത്. പ്രധാനമായി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പല വോയിസ് മെസ്സേജുകളും പേഴ്സണലി ഞാൻ വായിച്ചതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം തള്ളിക്കളയുക എന്നുള്ളതാണ്. കാരണം വാക്സിനേഷനൊന്നും ഇങ്ങനെ 100 എല്ലാ ആൾക്കാർക്കും ഒന്നും എടുത്തിട്ടൊന്നുമില്ല. വളരെ കുട്ടിയുമായിട്ട് ക്ലോസ് കോൺടാക്റ്റുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നമ്മളിപ്പോൾ വാക്സിൻ എടുത്തിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 100-120 ആൾക്കാർക്കാണ് വാക്സിനേഷൻ എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു 10 താഴെ ആൾക്കാരെ എത്രയും ക്ലോസ് കോൺടാക്റ്റായിട്ട് കുട്ടിയായിട്ട് വന്നിട്ടുള്ളൂ. അവർക്ക് നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കാനുള്ള ഷെഡ്യൂളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്കെന്ന് പറയുമ്പോൾ അത്രയും ക്ലോസ് കോൺടാക്റ്റ് അല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്കും എല്ലാം വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കുട്ടിയൊക്കെ 2 മാസം മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുമ്പ് കുട്ടിയായിട്ട് കളിച്ചിട്ടുണ്ട്, കുട്ടിയുടെ ഒരുമിച്ച് ടൂർ പോയിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെയുള്ള കേൾക്കാർക്കൊന്നും നമ്മളിപ്പോൾ വാക്സിനേഷൻ ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ വൈറസ് തുറസായ പ്രതലത്തിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അതിന് നിലനിൽക്കാനുള്ള ശേഷിയുള്ളൂ. അങ്ങനെ നിലനിന്നാൽ തന്നെ എന്തെങ്കിലും ശരീരത്തിലൊക്കെ നല്ല രീതിയിലുള്ള മുറിവൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പടരാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ മാത്രമല്ല, ഈ ലക്ഷണങ്ങളൊക്കെ ഒരാൾ പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അതിനോട് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതൊരു ഇൻഫെക്റ്റിവിറ്റി പീരീഡായിട്ട് കരുതാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഈ ഒരു
പേടിയും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് ഒഴിവാക്കണം. ഈ മുറിവുകളിലൂടെയാണ് പ്രധാനമായിട്ട് ഇത് പടരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കാൻ കഴിയത്തില്ല. ഒരു ചോദ്യം വരുന്നത് ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമെന്നുള്ളത്. പകരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഇതുവരെ വളരെ കുറച്ച് റെയറസ്റ്റ് നമ്പറിൽ മാത്രമേ കേസുകൾ കണ്ടിട്ടുള്ളൂ. അതിൽ തന്നെ ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഈ അവയവദാനം വഴിയൊക്കെയാണ് കൂടുതലല്ല 1-2 കേസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ അവയവദാനം വഴിയൊക്കെയാണ് ഇങ്ങനെ പടർന്നതായിട്ടൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ സ്കൂളിലും ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ ഒരുമിച്ച് പഠിച്ച കുട്ടികളൊന്നും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ കുട്ടിയായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഇടപെട്ടിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും അടുത്ത്, അതായത് തൊട്ടടുത്തിരിക്കുക, ഫുഡൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് നല്ല രീതിയിൽ കളിക്കുക, ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം വാക്സിനേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. സ്കൂൾ ബസ്സിൽ ഒരുമിച്ച് പോകുമ്പോൾ തൊട്ടടുത്തിരുന്ന് എന്തെങ്കിലും കശപിശയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു അടുത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോൾ 2 മാസം മുമ്പ് 1 മാസം മുമ്പും ഒക്കെ കുട്ടിയായിട്ട് ഒരുമിച്ച് സംസാരിച്ചു എന്ന് പറയുന്നത്, ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 2-3 ആഴ്ച മുമ്പ് യാതൊരു കോൺടാക്റ്റും ഇല്ലാതെയൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പാനിക് സിറ്റുവേഷനൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ് കുട്ടിക്ക് രോഗം ബാധിച്ചത് എന്നുള്ള രീതിയിൽ വളരെയധികം കിംവദന്തികൾ പടരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം അറിഞ്ഞത് ഒട്ടനവധി പട്ടികൾ ആ ഏരിയയിൽ ചത്തും പൊങ്ങിയെന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല. അതിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല. ആയതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നതിനും അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പിലോട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ളൊരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പി ടി എ പ്രസിഡൻറ്റിൻ്റെ കയ്യിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ എൻ്റെ നമ്പറുണ്ട്. മാത്രമല്ല ഇപ്പോൾ പഞ്ചായത്ത്